ഇടയ്ക്ക കോർക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ആദ്യം വട്ടം കോർക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലൂസാക്കിയ വട്ടം ഈ ഗ്യാപ്പിൽ കൂടെ ചുറ്റി അതിലിറക്കി വയ്ക്കണം. ഇറക്കി വയ്ക്കണം. ഈ ഹോള്, ഇവിടെ ഒരു ഹോള് കാണാം. ഈ ഹോള് നമ്മൾ കൈ പിടിക്കണതിൻ്റെ ഇടത്തെ ഭാഗത്ത്, അതായത് ഈ ലെവലിൽ വരണം. അത് എയർ പോകാനുള്ള ഹോളാണ്. പിന്നെ ഈ ആണി ഉണ്ടല്ലോ, ഒരു ആണി കാണാം. ഈ ആണി ഈ പൂവിൻ്റെ നേരെ വയ്ക്കണം. ഈ ആണി പൂവിൻ്റെ നേരെ വെച്ച് ഇങ്ങനെ ഒരു ചുറ്റ് വലിക്കാം. ഇവിടെ വരുന്ന കെട്ട് ഇതാണ്. സാധാരണ ഒരു ഊരാൻകുടുക്ക് പോലെ തന്നെ ഉണ്ടോ, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ലൂസാണ്, ഇടയ്ക്ക ശബ്ദം വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നും കൂടി വലിക്കുക. ഒന്ന് ശക്തിയിൽ, വല്ലാണ്ട് ശക്തി വേണ്ട. ഇവിടെ എത്തുമ്പോൾ ഈ പൊട്ടി നോക്കുക, ശബ്ദം വരുന്നുണ്ടോ നോക്കുക. ഈ റൗണ്ടൊക്കെ കറക്റ്റ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഒരു ചുറ്റും കൂടി വലിച്ചു കൊടുക്കാം. ഇനി ബാക്കി വന്ന ചരടെടുത്തിട്ട് ഇടത്തുനിന്ന് വലത്തോട്ട് ചുറ്റുക. 1 2 3 4. ഇവിടെ അത് വെറുതെ എവിടെയാണ് എത്തണത് അവിടെ ഒന്ന് തടഞ്ഞിടുക. ജസ്റ്റ് ഇടുക, അത്രേ ഉള്ളൂ. ഇനി കച്ച കെട്ടാം. കച്ച കെട്ടുമ്പോൾ ആദ്യത്തെ ഈ കെട്ടിൻ്റെ അവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ആ ചരടിൽ തന്നെ ഇങ്ങനെ വലിക്കുക. ഇതൊന്ന്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ചരട് അടിയിലുണ്ടാവും, മുകളിലുണ്ടാവും. അതിൽ മുകളിലത്തെ ചരടിൽ വീണ്ടും നമ്മൾ ഉള്ളിൽ കൂടെ എടുക്കുക. വീണ്ടും അതിൻ്റെ അപ്പുറത്ത് മുകളിലത്തെ ചരട് അതിട്ടിട്ട് വീണ്ടും എടുക്കുക. 3 കെട്ട് ഇതുപോലെ വരും, 3 ചുറ്റ് വരും. എന്നിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ ഇതിങ്ങനെ വലിച്ചാൽ പോരും. അപ്പോൾ ഇങ്ങനെ കെട്ടുക. ഇനി ഒന്നുകൂടി ഉറപ്പിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതെടുത്തിട്ട് ഒരു കെട്ടുകൂടി കൊടുക്കുക. അപ്പോൾ അത് സേഫായിട്ട് നിന്നു. അതേപോലെ ഇടയ്ക്കയുടെ വലത്തെ ഭാഗത്ത് ഇവിടെ ഇത് കഴിഞ്ഞാൽ ഇവിടെ വരും, അടുത്ത് പൊന്തി നിൽക്കുന്ന ഭാഗത്ത് ഇതേപോലെ ചുറ്റുക. വീണ്ടും അടുത്തതിൽ എല്ലാതും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് വേണം ചുറ്റാൻ. വീണ്ടും കെട്ടുക. കെട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കുടുക്ക് കൊണ്ട് ഇടാം. ഇപ്പോൾ ഒരു സൈഡ് കറക്റ്റായി. ഇനി അടുത്തത് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ടാവും. അതായത് ഈ കെട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ക്രോസ് പോലെ വരുന്നുണ്ടാവും. അതിൽ അടിയിൽ പൊങ്ങി നിൽക്കുന്ന ഭാഗം ആദ്യം. അപ്പോൾ ഇതിൽ ഈ ചരടല്ല, ഈ ചരട് ഇതാണ് പൊങ്ങി നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. വീണ്ടും അടുത്തത് സെയിം ഇതേപോലെ തന്നെ വീണ്ടും അടുത്തത്. ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ കെട്ടിടുക.
വീണ്ടും കെട്ടുക. പിന്നെ ഇങ്ങനെ കെട്ടുക. ഇത് കച്ചട ലെവല് നമ്മൾ ആദ്യം ക്ലിയർ ആക്കണം കേട്ടോ. കറക്റ്റ് ലെവലിൽ വരണം. അതായത് ഈ പൂവ് താഴത്തേക്ക് നിൽക്കുന്നത് കറക്റ്റായിട്ട് നിൽക്കണം. വീണ്ടും ഇതേപോലെ ഇവിടെ 1, ഇവിടെ 2, അതിൻ്റെ അപ്പുറത്ത് 3. വീണ്ടും കെട്ടിയിടുക. ചുറ്റുകൂടി ചുറ്റുക. അപ്പം ഇങ്ങനെ വന്നു ഇടയ്ക്ക്. നമ്മൾ ഈ പൂവുകൾ വല്ലാതെ ഇറങ്ങാണ്ട് ഏകദേശം ഒരേ ലെവലിൽ വയ്ക്കാൻ ശ്രമിക്കുക. ഇനി പൊടിപ്പ് വയ്ക്കണം. പൊടിപ്പ് വയ്ക്കുമ്പോൾ ആദ്യം ഈ കെട്ടിന് ഈ പൂവിന് ക്രോസായിട്ട് ഇവിടെ വരും, നേരെ താഴെ. അത് ഞാൻ തോളിട്ട് കാണിച്ചു തരാം. ആദ്യത്തെ പൊടിപ്പെടുക്കുക. ഇതിന് നേരെ താഴെ ഇവിടെ ജസ്റ്റ് തിരികെ വയ്ക്കുക. ഇങ്ങനെ വരും. ഒന്നിവിടെ ഒന്നിവിടെ. അതായത് ഇതിനെ നേരെ താഴെ പൊടിപ്പ് വയ്ക്കണം. പിന്നെ അത് വെച്ച ഭാഗത്തന്നെ അപ്പുറത്ത് വീണ്ടും ഇങ്ങനെ വയ്ക്കുക. ഇതെത്തുന്നിടത്ത് ഇങ്ങനെ തിരികെ വയ്ക്കുക. അതായത് പൊടിപ്പിൻ്റെ ജീവക്കോല് ഇങ്ങനെ വരണം. അവിടെ ക്രോസായിട്ട് കാണാം. അതേപോലെ തന്നെ പുറകിൽ നമ്മളിവിടെ കെട്ടിട്ടിട്ടില്ലേ, കെട്ടിട്ട ഭാഗത്ത് 1